അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസിന ബിറുത്തല്ലാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഓഫറുകൾ നൽകുന്നുണ്ട്. അതുപോലെയുള്ള നല്ല ഒരു അവസരമാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധ റമളാൻ നമുക്ക് നൽകിയത്. അടുത്ത പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നമ്മളിൽ ആരൊക്കെ ജീവിച്ചിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എല്ലാം അള്ളാഹുവിൻ്റെ ഖളാ പോലെ ഇരിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ധാരാളം പരിശുദ്ധമായ റമളാൻ മാസത്തിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്തെടുക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അള്ളാഹു നമുക്ക് നല്ല ആരോഗ്യമുള്ള, നല്ല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ, ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നമ്മൾ ധാരാളം ഖുർആൻ പാരായണം ചെയ്യണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അതുകൊണ്ട് വലിയ നേട്ടങ്ങളാണ് നമുക്ക് നൽകുക. മാത്രമല്ല, ഈ പരിശുദ്ധമായ റമളാൻ മാസം അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്ന മാസമായതുകൊണ്ട് തന്നെ നമുക്കൊക്കെയും ധാരാളം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉള്ളവരാണ്. ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളവരാണ് നാമൊക്കെയും. അതൊക്കെയും നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ച് നിറവേറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ധാരാളം ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. ഇന്ന് ധാരാളം ആളുകളും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമൊക്കെ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരാണ്. അവരൊക്കെയും ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ എല്ലാ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആ ആവശ്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറ്റി തരും. മാത്രമല്ല, ഇതുവരെ നമ്മൾ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ അള്ളാഹുവിനോട് പറഞ്ഞ് പൊറുക്കലിനെ ചോദിക്കാൻ പറ്റിയ നല്ല ഒരു മാസമാണ് പരിശുദ്ധമായ റമളാൻ മാസം. അപ്പോൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ധാരാളം ഇബാദത്തെടുത്തിട്ടും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും നമ്മൾ അള്ളാഹുവിൽ നിന്ന് ധാരാളം കൂലി നമ്മൾ ഏറ്റുവാങ്ങണം. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുക. അള്ളാഹുവിൻ്റെ വലിയ വലിയ ഓഫറുകളൊന്നും ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല ഒരു മുഅ്മിനായ മനുഷ്യൻ. മാത്രമല്ല, ഒരു മുഅ്മിനായ മനുഷ്യൻ ദുനിയാവും ആഖിറവും സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ദുനിയാവിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് അതൊക്കെയും നേടിയെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും മാത്രമല്ല, നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും ബറക്കത്തും ലഭിക്കുവാനും നിങ്ങൾ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ കുറച്ച് സമയം മാറ്റിവെച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്ത് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറിക്കിട്ടുന്നതാണ്. അല്ലാതെ ജീവിതത്തിൽ കടങ്ങൾ കൊണ്ടോ രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ പ്രതിസന്ധികൾ കൊണ്ടോ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ പരീക്ഷിക്കുന്ന സമയത്ത് വലിയ വിഷമത്തോടുകൂടി മനസ്സ് തളർന്ന് മനസ്സ് പതറിക്കൊണ്ട് നിങ്ങൾ അവസാനം ജീവനൊടുക്കുകയല്ല വേണ്ടത്. ജീവൻ അവസാനിപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ ഒരു കാര്യത്തിനും പരിഹാരമാർഗമാകുകയില്ല. അതുകൊണ്ട് നമുക്ക് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാണ് ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ തന്നാൽ നമ്മൾ ചെയ്യേണ്ടത്
ആ പ്രതിസന്ധികൾ തരുന്നതൊക്കെയും അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കി വലിയ ക്ഷമയോടുകൂടി മനസ്സ് തളരാതെ പതറാതെ ആ കാര്യങ്ങളെല്ലാം നമ്മൾ അള്ളാഹുവിലേക്ക് അങ്ങേൽപ്പിക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു തആല അതിനൊരു പരിഹാരമാർഗം കാണുകയും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും ഇല്ലാതെയാക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ധാരാളമായിട്ട് നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക. മാത്രമല്ല ധാരാളം ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. സ്വലാത്ത് നിങ്ങൾക്ക് അറിയുന്ന സ്വലാത്ത് ചൊല്ലിയാൽ മതി. മാത്രമല്ല അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ധാരാളമായിട്ട് നിങ്ങൾ അധികരിപ്പിക്കുക. ഇത് രണ്ടും ജോലിക്ക് പോകുന്ന ആളുകൾക്കാണെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് ചൊല്ലിയാൽ മതി. അതുപോലെ തന്നെ സ്ത്രീകൾ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിലൊക്കെ അടുക്കള ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളും ധാരാളമായിട്ടും അധികരിപ്പിക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ പുറത്തു കിട്ടുകയും നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിതത്തിലുള്ള എല്ലാ കാര്യത്തിലും ബറക്കത്തുണ്ടാകുകയും ജീവിതത്തിൽ നല്ല വിജയമുണ്ടാകുകയും ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും ഇസ്തിഗ്ഫാറിനെയും സ്വലാത്ത് ചൊല്ലുന്നതും അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ 1-2 ദിവസം ചൊല്ലി നിങ്ങൾ നിർത്തരുത്. ഈ മാസം തീരുന്നത് വരെ നിങ്ങൾ ധാരാളം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. റമളാൻ മാസം കഴിഞ്ഞാലും ധാരാളം ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ സന്തോഷവും സമാധാനവും കെടുത്തുന്ന എന്നാലോ ചില ആളുകളുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ കാരണമാകുന്ന ഒന്നാണ് സമ്പത്ത് എന്നുള്ളത്. നമുക്കറിയാം, ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും വേണ്ട ഒന്നാണ് പണം എന്നുള്ളത്. പണമില്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ വിലയുണ്ടാകില്ല, സുഹൃത്തുക്കളുടെ ഇടയിൽ വിലയുണ്ടാകില്ല, കുടുംബക്കാരുടെ ഇടയിൽ വിലയുണ്ടാകില്ല, എന്തിന് ഏറെ പറയുന്നു സ്വന്തം വീട്ടിൽ പോലും വിലയുണ്ടാകില്ല. മാത്രമല്ല അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ദുനിയാവിലെ നമ്മുടെ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റണമെങ്കിലും നമുക്ക് പണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ആരുടെയും മുന്നിൽ കൈനീട്ടാതെ തലകുനിക്കാതെ നല്ല അന്തസ്സോടുകൂടിയും നല്ല അഭിമാനത്തോടുകൂടിയും ജീവിക്കണമെങ്കിലും പണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കയ്യിൽ പണമില്ലാതെ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ ദാരിദ്ര്യത്തോടുകൂടി വലിയ വിഷമത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾക്കാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്, പല രോഗങ്ങളും ഉണ്ടാകുന്നത്. മാത്രമല്ല പല ആളുകളുടെയും ജീവിതം തന്നെ തകർന്നു പോകുന്നത് ദാരിദ്ര്യം കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും ദാരിദ്ര്യത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ലാതെ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ ഇല്ലാതെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമുക്ക് നിറവേറ്റിയെടുക്കുവാനും പറ്റിയ ഒരു ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ദിക്ർ നിങ്ങൾ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിലും അല്ലാത്ത മാസത്തിലൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക. എന്നാൽ പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നിങ്ങൾ ഈ ദിക്ർ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ചൊല്ലണം. എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല, പണത്തിന് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല. മാത്രമല്ല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റി തരുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ദിക്റില്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് കുടുസായ ജീവിതമായിരിക്കും ഉണ്ടാകുക.
അതായത് ദിക്റില്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ എന്നും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമായിരിക്കും ഉണ്ടാകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും ജീവിതത്തിൽ സ്വലാത്ത് ചൊല്ലുന്നതും ദിക്ർ ചൊല്ലുന്നതുമൊക്കെ ധാരാളം അധികരിപ്പിക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് സമ്പത്ത് അധികരിക്കാനുള്ള, പണം അധികരിക്കാനുള്ള ആ ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഈ ദിക്ർ നിങ്ങൾ എല്ലാ ദിവസവും 100 പ്രാവശ്യം ചൊല്ലുക. ഈ രീതിയിൽ നിങ്ങൾ ഈ ദിക്ർ എല്ലാ ദിവസവും പതിവാക്കിയാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. മാത്രമല്ല നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല ഖബറിൻ്റെ ഏകാന്തതയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറിക്കിട്ടും. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ഭക്ഷണത്തിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ബറക്കത്ത് ഉണ്ടാകുകയും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും സന്തോഷവും സമാധാനവും ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ എല്ലാ ദിവസവും പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ കവാടം അവർക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം നൽകുന്ന ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ഈ ദിക്ർ. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഈ ദിക്ർ നിങ്ങൾ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ 100 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിത്തുടങ്ങുക. അത് നിങ്ങൾ മുടങ്ങാതെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ചൊല്ലുക. എന്നാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.